ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി എ ടു ഇസഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺസ് ഈ പറയുന്ന ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ കഴിഞ്ഞ സെഷനും അതിന് മുന്നത്തെ സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കണം എന്നത്. കാരണം ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മാത്രമേ കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാനും അതിലൂടെ ഓരോ ചാർട്ട് പാറ്റേൺസ് വരച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ ഒരു PDF-ൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാവരും കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കുക. കൃത്യമായിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബൈലാറ്ററൽ ചാർട്ട് പാറ്റേൺസിനെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസിനെ പറ്റി പഠിച്ചു. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നേരെ പഠിക്കാനായിട്ട് പോകുന്നത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺ ആണ്. അപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ എന്തായിരുന്നു? ഒരു ട്രെൻഡിൽ നിന്നും മറ്റൊരു ട്രെൻഡിലേക്ക് ട്രെൻഡ് ചേഞ്ച് ആകുന്ന ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺ ആണ്. അതേസമയം ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിലോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെൻഡ് തന്നെ വീണ്ടും എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് സാധ്യത. അപ്പോൾ നമുക്ക് ഓരോ ചാർട്ട് പാറ്റേൺസ് ആയിട്ട് ഇനി പഠിക്കാം. അതിൽ ആദ്യം വരുന്ന ചാർട്ട് പാറ്റേൺ ആണ് ഫ്ലാഗ് പാറ്റേൺ. അതിൽ ആദ്യത്തെ ചാർട്ട് പാറ്റേൺ ആണ് ഫ്ലാഗ് പാറ്റേൺ. അപ്പോൾ ഇതൊരു കൊടിയുടെ രൂപത്തിലായിരിക്കും ഫോം ആകുന്നത് നമ്മുടെ ഈ ഒരു ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അതിൽ തന്നെ ബുള്ളിഷ് ഫ്ലാഗുമുണ്ട്, അതുപോലെ ബെയറിഷ് ഫ്ലാഗും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ബുള്ളിഷ് ഫ്ലാഗുമുണ്ട്, അതുപോലെ ബെയറിഷ് ഫ്ലാഗുമുണ്ട്. അപ്പോൾ ഓരോ പാറ്റേണും, അതായത് ബുള്ളിഷ് ഫ്ലാഗ് എങ്ങനെയാണ് ഫോം ആകുന്നത്, എവിടെ നമുക്ക് എൻട്രി എടുക്കാം, എവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാമെന്നും, അതുപോലെ തന്നെ ബെയറിഷ് ഫ്ലാഗ് എങ്ങനെയാണ് ഫോം ആകുന്നത്, എവിടെ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം, എവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാമെന്നും കൃത്യമായിട്ട് തന്നെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ബുള്ളിഷ് ഫ്ലാഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നേരെ താഴേക്കൊരു കൊടിയുടെ രൂപത്തിൽ ഫോമായി വരുന്നൊരു ചാർട്ട് പാറ്റേൺ ആണെന്ത്? ബുള്ളിഷ് ഫ്ലാഗ് എന്ന് വിളിക്കുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റാണ് ഒരു ബെയറിഷ് ഫ്ലാഗ് ഫോം ആകുന്നത്. നേരെ താഴേക്ക് വരുന്നു, അതിനുശേഷം ഒരു കൊടിയുടെ അല്ലെങ്കിൽ ഒരു അപ്പർ സൈഡിലേക്കുള്ള ആ ഒരു സ്ലോപ്പായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് ബെയറിഷ് ഫ്ലാഗ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു ബുള്ളിഷ് ഫ്ലാഗും ബെയറിഷ് ഫ്ലാഗും നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും? നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ന ടൂൾ ചൂസ് ചെയ്യുക. അതിനുശേഷം ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് വരയ്ക്കുക. അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ, ഇവിടെ ഒരു കൊടിയുടെ രൂപത്തിലാണ് ഈ ഒരു പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുള്ളത്. അപ്പോൾ ബുള്ളിഷ് ഫ്ലാഗിൻ്റെ പ്രത്യേകത എന്താണ്? താഴേന്ന് മേളിലേക്ക് വില കൂടി വരുന്നു, അതിനുശേഷം താഴേക്കാണ്, സ്ട്രെയിറ്റ് അല്ല, താഴേക്കാണ് ആ ഒരു സ്ലോപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. മേളിൽ നിന്ന് താഴേക്കാണ് ആ ട്രെൻഡ് ലൈൻ മേളിലും താഴെയും നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊടിയുടെ രൂപത്തിലേക്ക് ഫോം ആകുന്നു. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് അപ്പർ സൈഡിലേക്ക് ഈ ഒരു ക്യാൻഡിൽ മൂവ്മെൻറ്റ് നടത്തുന്നത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ഔട്ട് നടന്ന് നമുക്ക് അവിടെ ഒരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബൈ എൻട്രിയും, ആ ഒരു ബൈ എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാനായിട്ട് കഴിയും? തൊട്ടടുത്തുള്ള സ്വിംഗ് ലോ പോയിന്റ്, ഇവിടെ സ്വിംഗ് ലോ പോയിന്റ് ആയിട്ട് വരുന്ന ഈ ഒരു പോർഷനാണ്. അവിടെ നമ്മുടെ SL അഥവാ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഓൾറെഡി ഒരു അപ്പ് ട്രെൻഡ് ആയിരുന്നു, അവിടെ ബുള്ളിഷ് ഫ്ലാഗ് ഫോം ആകുന്നു, വീണ്ടും അപ്പ് സൈഡിലേക്ക് തന്നെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് സാധ്യത. അപ്പോൾ ഈ രണ്ട് ആരോ മാർക്കും കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോവുക, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബെയറിഷ് ഫ്ലാഗ് എന്ന് വരയ്ക്കാം. താഴേന്ന് മേളിലേക്കാണ് ഇത്തരത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ എപ്പോഴാണ് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുന്നത്? എപ്പോഴാണോ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഒരു ക്യാൻഡിൽ വന്ന് ക്ലോസ് ആകുന്നത്, ആ സമയത്ത് നമുക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നമ്മുടെ സെൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സെൽ എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം? തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിന്റ് ആയിട്ടുള്ള ഈ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ SL അഥവാ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. ഇവിടെ എന്താ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്? പ്രൈസ് താഴേക്ക് ഇടിഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ നമ്മുടെ ബെയറിഷ് ഫ്ലാഗ് ഫോം ആയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ നടന്ന് ആ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് സാധ്യത. അപ്പോൾ ഇതാണ് ബുള്ളിഷ് ഫ്ലാഗും അതുപോലെ തന്നെ ബെയറിഷ് ഫ്ലാഗും. ഇനി രണ്ടാമത്തൊരു ചാർട്ട് പാറ്റേണിനെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേണിലെ ആദ്യത്തെ ചാർട്ട് പാറ്റേൺ ആണ് ഈ പറയുന്ന ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അതേസമയം രണ്ടാമത്തെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ പെനന്റ് പാറ്റേൺ ആണ്. പെനന്റ് പാറ്റേൺ. അപ്പോൾ ഈ ഒരു പെനന്റ് പാറ്റേൺ എങ്ങനെയാണ് ഫോം ആകുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബുള്ളിഷും അതുപോലെ തന്നെ ബെയറിഷും പെനന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ബുള്ളിഷുമുണ്ട്, ബെയറിഷുമുണ്ട്. അപ്പോൾ ഇതിനകത്ത്
ഒരു അപ് ട്രെൻഡാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ ഈ ഷേപ്പിലായിരിക്കും നമുക്കൊരു പെനൻറ്റ് കാണാനായിട്ട് കഴിയുന്നത്. ഇതൊരു ബുള്ളിഷ് പെനൻ്റാണ് നേരത്തെ വരച്ചത്. ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബെയറിഷ് പെനൻ്റാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു പെനൻറ്റ് ഈസി ആയിട്ട് വരയ്ക്കാൻ സാധിക്കും? നമ്മുടെ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുക. ഇത്തരത്തിൽ മേളിൽ നിന്ന് താഴേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കുക, താഴെ നിന്ന് മേളിലേക്കും ഇത്തരത്തിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് പെനൻറ്റ് പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയും സെയിം സിറ്റുവേഷനാണ്. എന്ത് ചെയ്യുക, ജസ്റ്റ് കണക്ട് ചെയ്ത് വരയ്ക്കുക. അതുപോലെ തന്നെ താഴെ നിന്ന് മേളിലേക്കും നമ്മുടെ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് പെനൻറ്റ് പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, ഇതല്ലേ നമ്മുടെ സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന്. ഒരിക്കലും ഇതല്ല. പെനൻറ്റ് ഡിഫറൻ്റ് ആണ്, സിമെട്രിക്കൽ ട്രയാങ്കിൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിളാണ്. സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരുപാട് നേരം പ്രൈസ് ഇത്തരത്തിൽ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വേണമെങ്കിൽ ആ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ ഒരു മിനി വെർഷനായിട്ട് വേണമെങ്കിൽ പെനൻറ്റിനെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ സിമെട്രിക്കൽ ട്രയാങ്കിൾ ഒരു ബൈലാട്രൽ ചാർട്ട് പാറ്റേൺ ആണ്, പെനൻറ്റ് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടെ സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരുപാട് നേരം ആ ഒരു പ്രൈസ് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരുപാട് നേരം പ്രൈസ് ആ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ ട്രേഡ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ പെനൻറ്റ് അങ്ങനെയല്ല. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ നിൽക്കത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ഒരു ട്രയാങ്കിൾ ഫോം ആകുന്നു, ഒരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചതുപോലെ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺ ആണ്. അതായത് അപ്പ് സൈഡിലേക്ക് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഇത്തരത്തിൽ ഒരു ബുള്ളിഷ് പെനൻറ്റ് ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ ട്രേഡ് എടുക്കാം? ഈ ഒരു പോയിന്റിലാണ് ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നത് അല്ലേ? ഈ ഒരു ലെവലിലാണ് നമുക്ക് ആ ഒരു ബ്രേക്ക് ഔട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ബൈ എൻട്രി പ്ലേസ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കാനായിട്ട് സാധിക്കുന്ന തൊട്ടടുത്തുള്ള സ്വിംഗ് ലോ പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മുടെ SL അഥവാ സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് പെനൻറ്റിൽ ഇത്തരത്തിൽ ഫോമായി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അപ്പ് സൈഡിലേക്ക് തന്നെ മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. ഇനി അതേസമയം ബെയറിഷ് പെനൻറ്റ് എടുത്ത് നോക്കിയാലോ, ഇവിടെ നമുക്ക് ആ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടുന്നുണ്ട് അല്ലേ? താഴേക്കൊരു ബ്രേക്ക് ഡൗൺ കിട്ടുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു സെൽ എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം? തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മുടെ SL അഥവാ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്? പ്രൈസ് താഴേക്ക് ഇടിഞ്ഞു വരികയാണ്, അവിടെ ഒരു ബെയറിഷ് പെനൻറ്റ് ഫോം ആകുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? താഴേക്ക് തന്നെ ആ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് സാധ്യത. അപ്പോൾ ഇതാണ് ബുള്ളിഷ് പെനൻറ്റും ബെയറിഷ് പെനൻറ്റും. നെക്സ്റ്റ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് വെഡ്ജ് പാറ്റേൺ ആണ്. അപ്പോൾ അടുത്ത ഹെഡിങ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺ ആണ് വെഡ്ജ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ വെഡ്ജ് പാറ്റേണിലും നമുക്ക് ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് അതുപോലെ ഇതിനകത്ത് വരുമ്പോഴേക്കും ഇവിടെ റൈസിംഗ് വെഡ്ജ് ആൻഡ് ഫാളിംഗ് വെഡ്ജ് എന്നാണ്. റൈസിംഗ് വെഡ്ജ് ആൻഡ് ഫാളിംഗ് വെഡ്ജ്, റൈസിംഗ് വെഡ്ജ് അതുപോലെ തന്നെ ഫാളിംഗ് വെഡ്ജ്, ഇങ്ങനെ രണ്ട് തരത്തിലാണ് വെഡ്ജ് പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റൈസിംഗ് വെഡ്ജും ഉണ്ട്, അതുപോലെ ഫാളിംഗ് വെഡ്ജുമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈസിംഗ് വെഡ്ജിനെ പറ്റി ഒന്ന് പഠിച്ചു നോക്കാം. വില താഴേക്ക് ഇടിഞ്ഞു വരുന്നു, അതിനുശേഷം കൂർത്ത രൂപത്തിൽ മേളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു വെഡ്ജ് പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ കൂർത്ത രൂപത്തിൽ മേളിലേക്ക് പോകുന്ന രീതിയിലാണ് റൈസിംഗ് വെഡ്ജ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് വരച്ച് നോക്കാം. നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് വരയ്ക്കുവാണ്. ഇതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ അല്ല, അപ്പർ സൈഡിലേക്ക് ഇത്തരത്തിൽ കൂർത്ത രൂപത്തിലായിരിക്കും ഫോം ആകുന്നത്. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ റൈസിംഗ് വെഡ്ജ് അല്ലെങ്കിൽ ഫാളിംഗ് വെഡ്ജൊക്കെ ഫോം ആകുന്നത്. ട്രയാങ്കിൾ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട് അസെൻഡിങ് ട്രയാങ്കിളോ ഡിസെൻഡിങ് ട്രയാങ്കിളോ അല്ലെങ്കിൽ സിമെട്രിക്കൽ ട്രയാങ്കിളൊക്കെ വരച്ച് വയ്ക്കാറുണ്ട്. അങ്ങനെയല്ല, റൈസിംഗ് വെഡ്ജ് എന്ന് പറയുന്നത് കൂർത്ത രൂപത്തിൽ നേരെ മുകളിലേക്ക് പോകുന്ന ഈ കാണുന്ന ഷേപ്പിലാണ് നമ്മുടെ വെഡ്ജ് പാറ്റേൺ ഫോം ആകുന്നത്. ഇതിൽ നമുക്ക് എവിടെ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും? എപ്പോഴാണോ ഈ കാണുന്ന ട്രെൻഡ് ലൈൻ ബ്രേക്ക് താഴേക്ക് മൂവ്മെൻറ്റ് നടത്തുന്നത്, ആ ഒരു പോയിന്റിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു പോയിന്റിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേസമയം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാനായിട്ട് കഴിയും? തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മുടെ SL അഥവാ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? ഓൾറെഡി ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ആ ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു റൈസിംഗ് വെഡ്ജ് ഫോം ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ നടന്ന് വീണ്ടും ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് സാധ്യത. അപ്പോൾ ഇതിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കുന്നത് എപ്പോഴാണോ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് ആ ഒരു സമയത്ത് സെൽ എൻട്രിയും തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിന്റിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ഫാളിംഗ് വെഡ്ജ് എങ്ങനെയാണ് ഫോം ആകുന്നത് നോക്കാം. വില അപ്സൈഡിലേക്ക് കൂടി വരുന്നു, അതിനുശേഷം
താഴേക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കൂർത്ത രൂപത്തിൽ താഴേക്ക് മൂവ്മെൻറ്റ് നടത്തുന്നു. ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് ഫാളിംഗ് വെഡ്ജ് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്ത് നമ്മുടെ ഫാളിംഗ് വെഡ്ജ് വരയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. എപ്പോഴും മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് വേണം ഏതൊരു പാറ്റേൺ നമ്മൾ വരച്ചാലും വരയ്ക്കേണ്ടത്. കൃത്യമായിട്ട് മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം? ഇവിടുത്തെ അപ്പ് സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് നടക്കുന്നത് നമുക്ക് കാണാം. അപ്പ് സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നത് കാണാം. ബ്രേക്ക് ഔട്ട് നടന്ന് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ ബൈ എൻട്രി പ്ലേസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ബൈ എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം? തൊട്ടടുത്തുള്ള സ്വിംഗ് ലോ പോയിൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മുടെ SL അഥവാ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഓൾറെഡി ഇതൊരു അപ് ട്രെൻഡാണ്, മേലിലേക്ക് പോകുന്ന മാർക്കറ്റാണ്. ആ ഒരു മാർക്കറ്റിൽ ഒരു ഫാളിംഗ് വെഡ്ജ് ഫോം ആയി കഴിഞ്ഞാൽ വീണ്ടും അപ്പ് സൈഡിലേക്ക് തന്നെ മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടായിരുന്നു നമ്മളിന്ന് പഠിച്ചത്. അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലാഗ് പാറ്റേൺ ആണ്. അതിനകത്ത് ബുള്ളിഷ് ഫ്ലാഗ് ഉണ്ട്, ബെയറിഷ് ഫ്ലാഗ് ഉണ്ട്. രണ്ടാമത് നമ്മൾ പഠിച്ചത് പെനൻറ്റ് പാറ്റേൺ ആണ്. അതിലും എന്തുണ്ട്? ബുള്ളിഷ് പെനൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബെയറിഷ് പെനൻറ്റ് ഉണ്ട്. ഇപ്പോൾ അവസാനം നമ്മൾ പഠിച്ചു നിർത്തിയത് വെഡ്ജ് പാറ്റേണിനെ പറ്റിയിട്ടാണ്. ഇതിനകത്ത് എന്തുണ്ട്? റൈസിങ് വെഡ്ജും ഉണ്ട്, അതുപോലെ തന്നെ ഫാളിംഗ് വെഡ്ജും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടിക്കലി കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ടെക്നിക്കൽ അനാലിസിസ് എന്ന ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനും സാധിക്കത്തുള്ളൂ. കാരണം തിയറട്ടിക്കലി മാത്രം പഠിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ട്രേഡിങ്ങിനകത്ത് വിജയിക്കാനായിട്ട് കഴിയില്ല. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അതാത് ദിവസങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എഫേർട്ട് ഇട്ട് ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ മാത്രമേ ട്രേഡിംഗ് എന്ന സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം എൻ്റെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ഞാൻ ഇടുന്നതാണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഫ്രീ ആണ്, എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് ജോയിൻ ആകുക. പ്രാക്ടിക്കലി നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ സ്ക്രീൻഷോട്ടും എനിക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ആ ഒരു ഗ്രൂപ്പിൽ തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പഠിച്ച് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. വീണ്ടും ഞാൻ എടുത്ത് പറയുന്നു, ട്രേഡിംഗ് എന്നത് ഒരു സ്കില്ലാണ്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തിയറട്ടിക്കലി പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ വരച്ചെടുക്കുന്നതും അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുന്നതും ഇത്തരത്തിൽ പ്രാക്ടിക്കലി കുറേ കാര്യങ്ങൾ തിയറട്ടിക്കലി മാത്രം എഴുതിപ്പോയാൽ കാര്യങ്ങൾ പഠിച്ചു പോയാൽ മാത്രം പോരാ. ഈ പറയുന്നത് പോലെ എല്ലാ ദിവസവും അതാത് ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ അതാത് ദിവസം പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്തും കൂടെ പോയാൽ മാത്രമേ ടെക്നിക്കൽ അനാലിസിസ് എന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്